UAE-യിൽ ഒരു ഡ്രൈവർ തൻ്റെ ജീവിതത്തിൻ്റെ സേവിങ്സ് എല്ലാം വിട്ട് 25 to 30 lakhs കൊടുത്ത് ഒരു ട്രക്ക് മേടിക്കും. രാവും പകലും ഓടിക്കുന്നു. ക്യാഷ് കൊടുത്താൽ ഓണർഷിപ്പ് കിട്ടും എന്നും നമ്മൾ കരുതും. പക്ഷേ UAE-യിൽ അങ്ങനെയല്ല. ഡ്രൈവറാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിസ്ക് എടുക്കുന്നത്, ഇൻകം ഉണ്ടാക്കുന്നത്. പക്ഷേ ലീഗൽ സൈഡിൽ നോക്കിയാൽ കമ്പനിയാണ് ഓണർ, കമ്പനിയാണ് എല്ലാ ഡോക്യുമെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, റിന്യൂവൽ, അപ്രൂവൽ, പെർമിഷൻ എല്ലാം അവരുടെ കയ്യിലാണ്. ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കാണാൻ പോകുന്ന ടോപ്പിക് UAE ട്രക്ക് സ്പോൺസർഷിപ്പ് റിയാലിറ്റി. ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. UAE-യിൽ ഒരു ഡ്രൈവർ തൻ്റെ ജീവിതത്തിൻ്റെ സേവിങ്സ് എല്ലാം വിട്ട് 25 to 30 lakhs കൊടുത്ത് ഒരു ട്രക്ക് മേടിക്കും. രാവും പകലും ഓടിക്കുന്നു. ഫ്യൂൾ, EMI, ഫൈൻ, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് എല്ലാം അയാളെ തന്നെ കൊടുക്കും. പക്ഷേ ഒരു വലിയ സത്യമുണ്ട്. അതെന്തറിയോ? ആ ട്രക്ക് ലീഗലി അവരുടെ അല്ല. ഇത് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ ഇതന്നെ സത്യം. ക്യാഷ് കൊടുത്താൽ ഓണർഷിപ്പ് കിട്ടും എന്നും നമ്മൾ കരുതും. പക്ഷേ UAE-യിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഫ്ലാത്തിൻ്റെ സിസ്റ്റം. UAE-യിൽ ഒരു ട്രക്ക് ഓൺ ചെയ്യണമെങ്കിൽ അത്ര സിമ്പിൾ അല്ല. നിങ്ങൾക്ക് ഒരു ട്രാൻസ്പോർട്ട് ട്രേഡ് ലൈസൻസ് വേണം, പിന്നെ ഒരു രജിസ്റ്റേർഡ് കമ്പനി വേണം, അതിൻ്റെ ശേഷം RTA അപ്രൂവൽ വേണം. ഇൻഡിവിജ്വലായി നിങ്ങൾക്ക് ട്രക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് ഈ സ്പോൺസർഷിപ്പിൻ്റെ സിസ്റ്റം വരുന്നത്. ഡ്രൈവർ എന്താ ചെയ്യണം? അവർ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ട്രക്ക് മേടിക്കും. പക്ഷെ അതൊരു കമ്പനീൻ്റെ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും. ഡ്രൈവർ തന്നെ അത് ഓട്ടിക്കും. കമ്പനിക്ക് മന്ത്ലി എമൗണ്ട് കൊടുക്കും. അപ്രോക്സിമേറ്റ് 300 to 500 AED. I mean 6,000 to 12,000 in India rupees. ഇവിടെയാണ് മെയിൻ പ്രോബ്ലം. നമ്മൾ കാണുന്ന റിയാലിറ്റി, ഡ്രൈവറാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റിസ്ക് എടുക്കുന്നത്, ഇൻകം ഉണ്ടാക്കുന്നത്. പക്ഷേ ലീഗൽ സൈഡിൽ നോക്കിയാൽ കമ്പനിയാണ് ഓണർ, കമ്പനിയാണ് എല്ലാ ഡോക്യുമെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, റിന്യൂവൽ, അപ്രൂവൽ, പെർമിഷൻ എല്ലാം അവരുടെ കയ്യിലാണ്. ശരിക്കും റിസ്ക് എവിടെയാണ്? കമ്പനിയും ഡ്രൈവറും ഇടയിൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ കമ്പനി സൈഡിലിരുന്ന് റിന്യൂവൽ നിർത്തും, ട്രക്ക് ഓടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ട്രാൻസ്ഫർ ഡിലേ ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കും? ഡ്രൈവർ തൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ എല്ലാം നഷ്ടപ്പെടും. കാരണം ലാ നോക്കുന്നത് പേപ്പറിലുള്ളവരാണ്, പൈസ കൊടുത്തവർ അല്ല. കഫ്ലാത്ത് സിസ്റ്റം തൊട്ട് പറഞ്ഞിട്ട് നാം പറയില്ല, പക്ഷേ ഇത് അറിയാണ്ട് പോയാൽ വലിയ നഷ്ടം ഉണ്ടാവും. ഇത് സേഫാക്കാൻ വേണ്ടി ചില പോയിന്റ്സ് ഉണ്ട്, അത് കേട്ടോ. നല്ല വിശ്വാസം ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള അഗ്രിമെന്റ് വേണം, എക്സിറ്റ് പ്ലാൻ ക്ലിയർ ആക്കണം. സോ ഓർമ്മയാക്ക്, UAE-യിൽ ഓണർഷിപ്പ് എന്നും പറയുന്നത് പേപ്പർ വർക്കാണ്, പൈസ അല്ല. ശരിക്കും സ്മാർട്ടായ ഡ്രൈവർ സ്പീഡിൽ ഓട്ടിക്കുന്നവനല്ല, സിസ്റ്റം മനസ്സിലാക്കുന്നവനാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യും. വേറൊരാളിൻ്റെ ജീവിതം ഇതുകൊണ്ട് സേവ് ആക്കാം. താങ്ക് യു.